ഇത്തവണ നടന്നില്ലെങ്കിൽ അടുത്ത തവണ നടക്കും, അത്രേ ഉള്ളൂ. അത്രയുമല്ല. അമ്മാവനിപ്പോ വന്നു. ഞാൻ വന്നതല്ല, നിന്റെ അമ്മ വിളിച്ചു വരുത്തിയതാ, ഉപദേശിച്ച് നന്നാക്കാൻ. എനിക്ക് വയസ്സ് 30 കഴിഞ്ഞു. അതിൽ കാര്യമില്ല, എനിക്ക് വയസ്സ് നിന്റെ ഇരട്ടിയാ. അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. രാത്രി ഞാൻ മദ്യപിക്കുമ്പോ അവരുപദേശിക്കും, കുടിച്ച് കരൾ വാട്ടി കളയരുതെന്ന്. വയസ്സ് 60 എന്നെ ഉപദേശിക്കരുതെന്ന് അവരോട് പറയാൻ പറ്റുമോ? പറയുന്നത് മര്യാദയാണോ? നീ തന്നെ പറ. ഓ, അവൻ എന്ത് പറയാൻ? പണ്ടൊരിക്കലും ഇല്ലാത്തൊരു അസുഖം അവന്റെ തലയ്ക്ക് പിടിച്ചിരിക്കല്ലേ, പ്രേമം. അമ്മേ, അതേടാ, അമ്മ തന്നെയാ. 15 വർഷമായി നിന്റെ അച്ഛനുമായിട്ട് ഞാൻ പിരിഞ്ഞു ജീവിക്കുന്നു. ഡിവോഴ്സിന്റെ 6ാം മാസം ആ മനുഷ്യൻ വേറെ വിവാഹം കഴിച്ചു. ഇന്നിപ്പോ കുട്ടികളും കുടുംബവും ഒക്കെ ആയി ആഘോഷിച്ച് ആർഭാടമായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് ഞാൻ എന്താ ഒന്നും ചെയ്യാത്തത്? എന്റെ മകൻ മറ്റൊരാളെ അച്ഛാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ട്. എന്റെ മകൻ മാത്രമാണ് എനിക്ക് ശരണമെന്ന് വിശ്വസിച്ചിട്ട്. എന്നിട്ട് നീ എന്റെ പൊന്നമ്മേ, ഇപ്പൊ എന്തിനാണ് ഈ ചരിത്രം മുഴുവൻ പറയുന്നത്? ഇതിന് തക്ക വിധം ഇവിടെ എന്ത് സംഭവിച്ചു? ഇപ്പോഴല്ല, നാളെയും ഒന്നും സംഭവിക്കാതിരിക്കാനാ ഇവളീ വിഷമം പറയുന്നത്. നോക്കുമോനെ, കോടതി മുറിയിലിരുന്ന് ഒരുപാട് പേരുടെ വിധി എഴുതിയവനാ ഞാൻ. ഒരുപാട് പേരുടെ ജീവിതം കണ്ടു. ആ അനുഭവം കൊണ്ട് പറയുക, നിന്റെ അമ്മയ്ക്ക് നീ സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ജീവിതം വേണമെങ്കിൽ നീ ഒരു വിവാഹം കഴിക്കണം. അതിന് നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഒരാൾ വേണം വരാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്... സോറി അമ്മാവ, എന്റെ വിവാഹം ഞാൻ മനസ്സിൽ കണ്ടു കഴിഞ്ഞതാണ്. ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടും ഒഴിവാക്കുക എന്ന് പറഞ്ഞാ... ആര് വാക്ക് കൊടുത്തു? ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഇവിടെ വരുന്നതിന് മുമ്പേ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്തു, ഞാൻ പോലും അറിയാതെ. അതില് വന്ന കുറെ എഴുത്തുകളിലൊന്നാ ആ വിമല പെണ്ണിന്റെ. അവളാണെങ്കി കുറെ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ ഒരു രാമായണം തന്നെ എഴുതി അയച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. അത് വായിച്ച് ഇവനങ്ങ് വീണുപോയി. അതീ പിന്നെ ഫോൺ വിളിയോട് ഫോൺ വിളിയാ. ശരി ശരി, ഇരിക്കട്ടെ. ഏതായാലും നിങ്ങൾ രണ്ടാളും അവരുടെ വീട്ടിൽ പോയി പെണ്ണ് കണ്ടതല്ലേ? ഒരു ദിവസം കൂടി നമുക്ക് നോക്കാം. അപ്പോഴും അവരാരും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മളാ ബന്ധം മറക്കും. ഹരീന്ദ്രൻ എന്തോ പറയുന്നു? അല്ല, അത് പിന്നെ... ഒരു പിന്നെയില്ല, ഏട്ടൻ പറയുന്നതാ തീരുമാനം. അടുത്തിരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനം ആയില്ലെങ്കിൽ നാളെ നിനക്ക് വേണ്ടി ഞാൻ മറ്റൊരു പെണ്ണിനെ തീരുമാനിച്ചുറപ്പിക്കും. 3.5 തരവാ. ഏട്ടൻ വന്നേ, അവൻ ഒറ്റയ്ക്ക് നിന്ന് തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.